ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സനീസ് കുസൈൻ. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സിമ്പിൾ കേക്ക് ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ ഓവനോ ക്രീമോ ബീറ്ററോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ മെഷറിംഗ് കപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇത് നമ്മൾ ജ്യൂസൊക്കെ അടിക്കാൻ ഉപയോഗിക്കില്ലേ, ആ ജാറാണ്. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ്സോളം പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടി ഇല്ലെങ്കിൽ പഞ്ചസാര 1/2 ഗ്ലാസ്സോളം ഇട്ട് കൊടുത്താലും മതി. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ്സോളം റോസ്റ്റഡ് റവ ഇട്ട് കൊടുക്കാം. 3/4 ഗ്ലാസ്സോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ്സോളം പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഞാൻ തിളപ്പിച്ചതിന് ശേഷം ചൂടാറ്റിയതാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു ഫോമിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1 ഗ്ലാസ്സോളം മാറ്റി വെക്കാം. ഇത് നമുക്ക് അവസാനം ഐസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ടാണ്. ഇനി നമ്മുടെ ജാറിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ ബാറ്ററിലേക്ക് അടുത്തതായിട്ട് 1 ഗ്ലാസ്സോളം മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ എനിക്കൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു അരിപ്പയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട കൂടാതെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയിൽ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോഡാപ്പൊടിയിലും വിനാഗിരി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് കേക്ക് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു 1/2 ഗ്ലാസ്സോളം ഷുഗർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇളക്കിയൊന്നും കൊടുക്കണ്ട, ഇത് താനെ മെൽറ്റായി വരും. ഇതുപോലെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് നീങ്ങി നിൽക്കണേ. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് കട്ട കൂടി വരും. അത് താനെ കുറച്ച് നേരം കൂടി തീയിൽ വെക്കുമ്പോൾ താനെ മെൽറ്റായി വന്നോളും. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ നല്ല ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും കൂടി നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമുക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോറും പാത്രത്തിൻ്റെ മൂടിയും കൂടി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ കേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു ചോറും പാത്രത്തിലാണ്. കുറച്ച് വലിയൊരു ചോറും പാത്രമാണ്. അതിലേക്ക് ബട്ടർ പുരട്ടിയ ശേഷം ഞാൻ കുറച്ച് മൈദയും തൂകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 45-50 മിനിറ്റോളം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് എടുക്കണം. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ക്രീമിൻ്റെ
പാർട്ടൊന്ന് തയ്യാറാക്കി എടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 1 ഗ്ലാസ് ബാറ്ററി ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസോളം പാലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ യെല്ലോ കളർ യൂസ് ചെയ്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരണം. ഏകദേശം ഈ ഒരു ഫോമിൽ കുറുകി വരണം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പപ്പടം കുത്തിയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. പൊട്ടി പിടിക്കുന്നില്ലെങ്കിൽ കുക്കായി എന്നുള്ളതാണ് അർത്ഥം. കണ്ടോ, നല്ല ഷേപ്പിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാനൊരു ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ ക്രീം മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഞാനിതിപ്പം മൊത്തം കവർ ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കാരമലും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് 1/2 ഗ്ലാസോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്തിരി ക്രിസ്പി ആയിട്ടായിരിക്കും നമുക്ക് കാരമൽ കിട്ടുന്നത്. അതുകൊണ്ട് വേഗം നമ്മൾ ചൂടോട് കൂടി കേക്കിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കട്ട കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഞാനിവിടെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സീ യു.